മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ അലുമിനിയം ആണ്. അലുമിനിയം. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി എലമെൻറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ് മേക്ക് ചെയ്യുന്ന പ്രൈമറി എലമെൻ്റാണ് ക്രോമിയം. അടുത്തത് ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡൻഡ് സ്റ്റീൽ. ഹാർഡൻഡ് സ്റ്റീല് സോഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടെമ്പറിങ്. അടുത്തത് ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ഓൾ സ്റ്റീൽ ഈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 723 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽ ഈസ് നെസസറി. ഓപ്ഷൻ എ ആണ്, ടു പ്രൊഡ്യൂസ് certain desired properties. The process of heating steel to about 40 degrees Celsius above the upper critical temperature and cooling it in still air to room temperature is known as. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് നോർമലൈസിങ്. റൂം ടെമ്പറേച്ചർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നോർമലൈസിങ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ഫൈൻ ഗോൾഡ് കളർ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഇമിറ്റേഷൻ ജുവലറി. ആൻസർ ഓപ്ഷൻ ബി ആണ്, അലൂമിനിയം ബ്രോൺസ്. അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രാസ്. അടുത്തത് ദ പ്ലാസ്റ്റിക്സ് ആർ. ഓപ്ഷൻ ഡി ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിനാണ് എക്സാമ്പിളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബൈഡ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാർബൈഡ്സ് ആണ് ടങ്സ്റ്റൺ കാർബൈഡ്. അടുത്ത ഫോളോയിങ് ഹാമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. വുഡ് കൊണ്ടുണ്ടാക്കുന്ന ഹാമറാണ് മാലറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സ്ക്രാപ്പ് യൂസ്ഡ് ഫോർ മെൽറ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബില്ലറ്റ്സ്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് വെൽഡിംഗ് ആണ്? അതെന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സാണ് പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്ക്രൈബിംഗ് ബ്ലോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൈബിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് ദ റൗണ്ട് ബാർ. റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൈബിംഗ് ബ്ലോക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ദ ലിപ്പ് ആംഗിൾ ഓഫ് എ സിംഗിൾ പോയിൻ്റ് ടൂൾ ഈസ് യൂഷ്വലി. ആൻസർ ഓപ്ഷൻ സി ആണ്, 60 to 80 ഡിഗ്രി. ഒരു സിംഗിൾ പോയിൻ്റ് ടൂളിൻ്റെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ആയിരിക്കും. എ ഡ്രിൽ കൺസിഡർഡ് ആസ് എ കട്ടിംഗ് ടൂൾ ഹാവിംഗ് സീറോ റേക്ക് ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ. എ ഡ്രിൽ കൺസിഡർഡ് ആസ് എ കട്ടിംഗ് ടൂൾ ഹാവിംഗ് സീറോ റേക്ക് ഈസ് നോൺ ആസ് സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ. അടുത്തത് ദ പ്രോസസ് ഓഫ് റിമൂവിങ് മെറ്റൽ ബൈ എ കട്ടർ വിച്ച് ഈസ് റൊട്ടേറ്റഡ് അഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഓഫ് വർക്ക് പീസ് ഈസ് കോൾഡ്. ഓപ്ഷൻ ഡി ആണ്, മില്ലിംഗ്. എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഓഫ് വർക്ക് പീസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ മില്ലിംഗ് ആണ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് മെറ്റൽ ബൈ ദ കട്ടർ വിച്ച് ഈസ് റൊട്ടേറ്റഡ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ട്രാവൽ ഓഫ് വർക്ക് പീസ് ആണെങ്കിൽ മില്ലിംഗ് ആണ്. അടുത്തത് ബഫിംഗ് വീൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ബഫിംഗ് വീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഫിംഗ് വീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് വെച്ചിട്ടാണ്. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, കോട്ടൺ ഫാബ്രിക് വെച്ചിട്ടാണ് ബഫിംഗ് വീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ഇനി ലാപ്പിംഗ് ഓപ്പറേഷൻ ദ എമൗണ്ട് ഓഫ് ദി മെറ്റൽ റിമൂവ്ഡ് ഈസ്. ഒരു ലാപ്പിംഗ് ഓപ്പറേഷനിൽ എമൗണ്ട് ഓഫ് മെറ്റൽ റിമൂവ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 0.0052 to 0.01 mm ആണ്. അടുത്തത് ടൂൾ ലൈഫ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇൻക്രീസിങ് എഡ്ജ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ.
ഒരു ടൂൾ ലൈഫ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അടുത്ത ചോദ്യം, ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഇഫ് ബോത്ത് പ്രൊജക്ഷൻസ് ഓഫ് എ പോയിന്റ് ലൈ ഇൻ ദ റെഫറൻസ് ലൈൻ, അതായത് XY ലൈനിലാണ് രണ്ട് പോയിന്റും ലൈ ചെയ്യുന്നതെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പോയിന്റ് വിൽ ബി ബോത്ത് ഇൻ HP ആൻഡ് ഇൻ VP. അടുത്തൊരു ചോദ്യം, ഇഫ് എ ലൈൻ പാരലൽ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു അതർ ദെൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി വരുന്നുണ്ട്. അപ്പോൾ ഈ എ കണ്ടീഷൻ നോക്കാം. ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദാറ്റ് പ്ലെയിൻ ടു വിച്ച് ഇറ്റ് ഈസ് പാരലൽ വിൽ ഷോ ദ ട്രൂ ലെങ്ത്. Its projection on that plane in which is parallel will show the true inclination. അടുത്ത ചോദ്യം, which are not central conics. ആൻസർ ഓപ്ഷൻ ബി ആണ്. പരാബോള. ആൻസർ ഓപ്ഷൻ ബി പരാബോള. അടുത്ത ചോദ്യം, ഇൻ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് ഹൗ മെനി നോൺ ഐസോമെട്രിക് ലൈൻ ഹാവ് ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2. ഇൻ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദ ക്യൂബ് ഹൗ മെനി നോൺ ഐസോമെട്രിക് ലൈൻ ഹാവ് ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ്. ആൻസർ 2. അടുത്ത ചോദ്യം, ഇൻ ദ കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് the angle between the plane of the projection is. In the cavalier oblique projection of a cube the angle between the plane of projection and the line of projection is. Answer option B ആണ്. 45 ഡിഗ്രി, 45 ഡിഗ്രിയാണ് ഉത്തരം. അടുത്തത്, എ സ്ക്രൂ വിച്ച് ഹാസ് ത്രെഡ് അറ്റ് ബോത്ത് എൻഡ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. stud. A screw which has a thread at both end is called stud. അടുത്ത ചോദ്യം, strap end of a connecting rod is usually connected by. Answer cotter joint. Strap end of a connecting rod is usually connected by the cotter joint. അടുത്തത് 78ാമത്തെ ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് ദ റിവറ്റ് ഹെഡ് ആർ യൂസ്ഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്. ഷിപ്പ് ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത് കൗണ്ടർ സങ്ക് ഹെഡാണ്. വെൻ ദ പവർ ട്രാൻസ്മിറ്റഡ് ഇൻ എ ബെൽറ്റ് ഡ്രൈവ് ഈസ് മാക്സിമം ദെൻ. 79ൻ്റെ ആൻസർ ബി ആണ്. 1/3 ഓഫ് ദ മാക്സിമം ടെൻഷൻ ഈസ് അബ്സോർബ്ഡ് ആസ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. അടുത്തത്, ഹെറിംഗ് ബോൺ ഗിയേഴ്സ് ഇതിൻ്റെ എക്സാമ്പിളാണ്. അത് ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഹെറിംഗ് ബോൺ ഗിയേഴ്സ്. അടുത്ത ചോദ്യം, ഇൻ ആൻ IC എഞ്ചിൻ ദ മെറ്റീരിയൽ ഫോർ ദ ഇൻലെറ്റ് വാൽവ് ആർ. ഓപ്ഷൻസ് പ്ലെയിൻ നിക്കൽ സ്റ്റീൽ, നിക്കൽ ക്രോം സ്റ്റീൽ, ക്രോം മോളിബിഡിനം സ്റ്റീൽ. ABC ആർ കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ABC ആർ കറക്റ്റ്. In a fuel injector, which type of nozzles are used for pre-combustion and for air cell engine? Single hole, multi-hole, spindle type, both A and B. Answer option C ആണ്. spindle type. In a fuel injector, which type of nozzles are used for the pre-combustion and for air cell engines? In a 4-cylinder inline engine the best firing order are either 1 2 4 3 അല്ലെങ്കിൽ 1 3 4 2. ആൻസർ ഓപ്ഷൻ എ ആണ്. either 1 2 4 3 or 1 3 4 2. അടുത്ത ചോദ്യം, ദ ഡിഫറൻസ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ എക്സ്പെല്ലിംഗ് ദ എക്സോസ്റ്റ് ഗ്യാസസ് ആൻഡ് വർക്ക് ഡൺ ബൈ ഫ്രഷ് ചാർജ് ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് ഇൻ ആൻ IC എഞ്ചിൻ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പമ്പിംഗ് ലോസ്. പമ്പിംഗ് ലോസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം.
the difference of the work done in expelling the exhaust gases and the work done by the fresh charge during the suction stroke in an IC engine is called pumping loss. അടുത്ത 85 factors which favor the elimination of knock in the CI engine are. ആൻസർ ഓപ്ഷൻ എ ആണ്. ഷോർട്ട് ഇഗ്നിഷൻ ഡിലേ പീരീഡ് ആൻഡ് ലോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ദി ഫ്യൂവൽ. ഷോർട്ട് ഇഗ്നിഷൻ ഡിലേ പീരീഡ് ആൻഡ് ലോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ. അടുത്തത് 86ാമത്തെ ചോദ്യം, എക്സ്റ്റേണലി ഫയേർഡ് ബോയിലർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. എക്സ്റ്റേണലി ഫയേർഡ് ബോയിലർ ഈസ് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. അടുത്തത് എക്സാമ്പിൾ ഫോർ വൺസ് ത്രൂ ബോയിലർ ഈസ്. വൺസ് ത്രൂ ബോയിലറിന് എക്സാമ്പിളാണ് ബെൻസൺ ബോയിലർ. ബെൻസൺ ബോയിലറാണ് വൺസ് ത്രൂ ബോയിലറിന് എക്സാമ്പിൾ. എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ആണെങ്കിൽ ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലറാണ് എക്സാമ്പിൾ. അടുത്തത് ഫങ്ഷൻ ഓഫ് ജംഗ്ഷൻ വാൽവിനെ ബോയിലർ. ഒരു ബോയിലറിൻ്റെ ജംഗ്ഷൻ വാൽവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഷട്ട് ഓഫ് സ്റ്റീം ഓർ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ഇൻ റിക്വയർമെൻറ്റ്. ഷട്ട് ഓഫ് സ്റ്റീം അല്ലെങ്കിൽ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ടു റിക്വയർമെൻറ്റ്. ഫങ്ഷൻ ഓഫ് എ ജംഗ്ഷൻ വാൽവ് ഇൻ ദ ബോയിലർ ഈസ് ഷട്ട് ഓഫ് സ്റ്റീം ഓർ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ടു റിക്വയർമെൻറ്റ്. അടുത്ത വിച്ച് ബോയിലർ ആക്സസറി ഈസ് യൂസ്ഡ് ഫോർ ഫീഡ് വാട്ടർ ഹീറ്റിംഗ് ബൈ യൂട്ടിലൈസിങ് ദ ഹീറ്റ് ഓഫ് വേസ്റ്റ് ഫർണസ് ഗ്യാസസ്. ആൻസർ എക്കണോമൈസർ. വിച്ച് ബോയിലർ ആക്സസറി ഈസ് യൂസ്ഡ് ടു ഫീഡ് വാട്ടർ ഹീറ്റിംഗ് ബൈ യൂട്ടിലൈസിങ് ദ ഹീറ്റ് ഓഫ് ദ വേസ്റ്റ് ഫർണസ് ഗ്യാസസ്. ആൻസർ വരുന്നത് എക്കണോമൈസർ ആണ്. അടുത്ത ചോദ്യം, ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് ഈസ് യൂസ്ഡ് ഫോർ. ആൻസർ ലങ്കാഷെയർ ആൻഡ് കോർണിഷ് ബോയിലർ. ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് ഈസ് യൂസ്ഡ് ഫോർ ലങ്കാഷെയർ ബോയിലർ ആൻഡ് കോർണിഷ് ബോയിലർ. അടുത്ത ചോദ്യം, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേരി വിത്ത് സ്ട്രക്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടും തെർമൽ കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ടക്ഷൻ ആൻഡ് മിക്സിംഗ് മോഷൻ. അടുത്ത ചോദ്യം, convection heat transfer involves conduction and mixing motion. അടുത്ത, when two bodies taking part in a heat transfer at zero thermal potential. Answer radiation continues. റേഡിയേഷൻ കണ്ടിന്യൂസ്. അടുത്ത, തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വിസിബിൾ ലൈറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. അടുത്ത, ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അബ്സോർപ്റ്റിവിറ്റി ഈസ് 1, റിഫ്ലക്റ്റിവിറ്റി 0, ട്രാൻസ്മിറ്റിവിറ്റി 0. എനർജി പെർഫോമൻസ് റേഷ്യോ ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 1. 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ 3.5 kW. അടുത്തത്, അമോണിയ റെഫ്രിജറൻസ് ആർ കോമൺലി യൂസ്ഡ് വിത്ത് അയൺ ആൻഡ് സ്റ്റീൽ. അമോണിയ റെഫ്രിജറൻസ് ആർ കോമൺലി യൂസ്ഡ് വിത്ത് അയൺ ആൻഡ് സ്റ്റീൽ. ഇൻ എ സൈക്കോമെട്രിക് ചാർട്ട് കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് ആർ ആൻസർ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഒരു സൈക്കോമെട്രിക് ചാർട്ടിൽ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് വോളിയം ലൈൻസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. വെയ്റ്റ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി റേഷ്യോ. വെയ്റ്റ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി റേഷ്യോ. അപ്പോൾ നമ്മളിന്ന് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ 50 ചോദ്യങ്ങൾ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.